പ്രശസ്തനായ മലയാള കവിയാണ്. അതുപോലെ അദ്ദേഹം ആകാശവാണിയിലാണ് ജോലി ചെയ്തിരുന്നത്. മഹാകവി അക്കിത്തത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നതാണ്. അക്കിത്തം അദ്ദേഹത്തിനെ ഗുരുതുല്യനായിട്ടാണ് കണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഇളയ അനുജൻ്റെ പ്രായമുള്ളെങ്കിൽ പോലും അത്രയേറെ ബഹുമാനിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു രമേശൻ നായർ. കവിത്വം കൊണ്ട് നിറഞ്ഞ ഒരു വ്യക്തി എന്നാണ് അക്കിത്തം ഇതിൻ്റെ അവതാരികയിൽ പറയുന്നത്. ഏതായാലും അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എന്നെ വളരെയേറെ സ്പർശിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മുഖവുരയിലെ ഏറ്റവും ഒടുവിലത്തെ വരികൾ ഞാൻ വായിക്കാം. ഗുരുദേവനെ കെടാവിളക്കായി പ്രതിഷ്ഠിച്ചിട്ടുള്ള ഓരോ ഭവനത്തിലും ഈ കാവ്യത്തിന് അതായത് ഗുരുപൗർണമിക്ക് ക്ഷേത്രപ്രവേശന അനുമതി ലഭിച്ചെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവ് നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തിന് ഈ ശാഖയിലേക്ക്, ഈ ഗ്രാമത്തിലേക്ക് തന്നെ പ്രവേശനം ലഭിച്ചിരിക്കുകയാണ് എന്നുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ്, നിങ്ങളുടെ അവരുടെ അനുവാദത്തോടു കൂടിയാണ് ഞാൻ ഈ കാവ്യത്തിലേക്ക് കടക്കുന്നത്. നമുക്ക് കാവ്യഭാഗങ്ങളിലേക്ക് വരാം. കാവ്യം ആദ്യം വായിച്ചതിന് ശേഷം ഗുരുവിൻ്റെ ജീവിതത്തെ, ആ കാവ്യഭാഗം 4 അധ്യായങ്ങളെന്ന് പറയുന്ന ഗുരുവിൻ്റെ ബാല്യകാലത്തെ സ്പർശിച്ചുകൊണ്ടുള്ളതാണ്, അധികരിച്ചുകൊണ്ടുള്ളതാണ്. അതിൻ്റെ ആവിഷ്കാരമാണ്. അത് വായിച്ചു തീർത്തതിന് ശേഷം പ്രവചനത്തിലേക്ക്, അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാമെന്നാണ് കരുതുന്നത്. 1. എഴുന്നേറ്റു നടക്കുന്നു ചെമ്പഴന്തിയിൽ നിന്നൊരാൾ, ചിങ്ങത്തിൽ ചതയത്തിന്നാൾ ചിരിച്ചൂടിയ പുണ്യമായി, വിഭിന്നതകളില്ലാത്ത വിശ്വവേദിയിൽ മാനവർ എല്ലാരും ഒന്നുപോലാണെന്നുള്ള സത്യമുണർന്നവൻ, തീണ്ടിക്കൂടായ്മയെ ചെന്നു തീണ്ടുന്നു നീണ്ട കൈകളാൽ, അതിനാൽ പിന്നെയും നീളും അഹല്യാമോക്ഷ ശൃംഖല. കാണാത്ത ദൈവത്തിനേക്കാൾ കരുണാമയനാണവൻ, ഇതാ മർത്യൻ കരം കൂപ്പും സുഖദുഃഖമറിഞ്ഞവൻ, കണ്ണാടിയിൽ പ്രതിച്ഛായ കണക്കാമുഖകാന്തിയിൽ തെളിയുന്നു തന്മനസ്സിൻ പ്രതിഷ്ഠാമൂർത്തി ഈശ്വരൻ. ജാതിവർഗമതദ്വേഷമേതുമില്ലാത്ത ഭൂമിയിൽ പുലരട്ടെ സമത്വത്തിൻ പുത്തനോണ മഹോത്സവം. അമരം ഭാഷ നാത്തുമ്പത്തായിരം തിരിവെക്കവേ പ്രപഞ്ചാർത്ഥം നമിക്കുന്ന സിദ്ധരൂപമുറക്കവേ, മരച്ചോട്ടിലിരുന്ന് ഏകാന്തതയിൽ തൻ മനസ്സിനെ പുൽപ്പരപ്പിൽ പൈക്കളെയും മേയുവാൻ വിട്ടയക്കവേ, വളരുന്നു തൻ്റെയുള്ളിൽ വെറ്റിലക്കൊടി പോലവേ ഒരാനന്ദമൊരാസ്വാസ്ഥ്യം, ഒരു ധർമ്മപ്രചോദനം. കുടുംബബന്ധനത്തിൻ്റെ അണക്കെട്ടു തകർത്തതാ ചിത്പ്രവാഹം പരക്കുന്നു മുഗ്ധകേരള ഭൂമിയിൽ. ഒഴിഞ്ഞ കുടിൽ കൊട്ടാരം അമ്പലത്തിണ്ണയാശ്രയം, അലയും ഭിക്ഷുമാർഗങ്ങൾ അജ്ഞേയധ്യാന വീതികൾ. ബ്രഹ്മചര്യം തപം യോഗം നിർമ്മല സ്നേഹഭാഷണം, കാട്ടുപച്ചിലയിൽ സൗഖ്യം നീട്ടും കൈപുണ്യമംഗളം. അന്ധവിശ്വാസ രക്ഷസിൻ അന്ത്യയാത്രയ്ക്കു വാക്യമായി അനാചാര അപസ്മാരമലട്ടുമ്പോൾ ചികിത്സയായി. അമാനുഷ മഹാതേജസ്സലതല്ലുന്ന സാഗരം, കുടികൊള്ളുമിടത്തെല്ലാം കൂടി നിന്നു മഹാജനം. കുടിപാർക്കാം, തൊടാം, മിണ്ടാം, ഉണ്ണാം, ഒന്നിച്ചുറങ്ങിടാം, എങ്കിൽ പോലും ഉദിക്കുന്നില്ല ആശങ്ക തീണ്ടാത്ത ഹസ്കരൻ. ഭൂതഭാവികൾ തൻ മധ്യത്തേതോ പൂർണ്ണത തേടുവോൻ, ഏകാന്ത യാത്രികൻ ദൂരെ വിളിക്കുന്നു നിഗൂഢത. രഹസ്യങ്ങൾക്കൊരർത്ഥം പോൽ
മരുത്വാമല നിൽക്കവേ കരം കൂപ്പി മയങ്ങി നിൻ കഥഗർഭസമാധിയിൽ. ഓങ്കാരക്കാറ്റിലീ ബ്രഹ്മമൊരു ശംഖായി മുഴങ്ങവേ ഒഴുകിപ്പോകുന്നു താഴേക്കിരുട്ടിൻ്റെ വിഷപ്പുക. പുത്തനായി കൺമിഴിക്ക് പൂത്താലമേന്തുന്ന ഭൂമിയിൽ കണ്ണിലീശ്വര ചൈതന്യം കൊണ്ടുനിൽപ്പൂ സമസ്തവും. അവധൂത പ്രയാണത്തിനാർദ്രവീതികൾ തോറുമേ പൂഴി സംഗീതമാകുന്നു പൂവിരിക്കുന്നു സന്ധ്യകൾ. ഇനരശ്മികളിൽ കൈതൊട്ടുദയാർക്കൻ കണക്കുനി വിടർത്തുമിരുൾ മൊട്ടെല്ലാം വിദ്യാമന്ത്രസുവാസിതം. വിദ്യയും കർമ്മവും കൊണ്ടേ വിജയിക്കുന്നു സാധ്യത. മതമേതാകിലും മർത്യൻ നന്നായി തീരുമമർത്യത. ഇതുപോലുള്ള ഒരു 3 അധ്യായം കൂടിയുണ്ട്. എല്ലാം ചിലപ്പോൾ നമുക്ക് പരിമിതി കൊണ്ട് വായിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു അധ്യായം കൂടി വായിച്ചിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. കാരണം 8:45 ആകുമ്പോഴേക്കും നമുക്ക് ഒരു പരിപാടി കൂടി ഇവിടെ നടത്തേണ്ടതുണ്ട്. നമുക്ക് ഭജൻസ് മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ അതുകൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അതൊരു 20 മിനിറ്റോളം അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു അധ്യായം കൂടി വായിക്കാൻ വേണ്ടി ഞാൻ സുബയെ വിളിക്കുകയാണ്.